ഒരു ചിന്തയ്ക്ക് വേണ്ടി ആ വചനം വായിച്ച് നമുക്ക് തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുവേണ്ടി മത്തായിയുടെ സുവിശേഷം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. വളരെ സുപരിചിതമായ ഒരു വചനമാണ്. നമുക്ക് എല്ലാവർക്കും അത് കാണാതെ അറിയുകയും ചെയ്യാം. എന്നാൽ അതിനകത്തുനിന്ന് ഒരു ഭാഗം മാത്രം എടുത്ത് അല്പമായി നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഇത് ഈ വചനം അറിയത്തില്ലാത്തവരാരും തന്നെ എല്ലാവരും അറിയാവുന്ന. ഞാനിത് വളരെ നാളുകൾ എന്നാൽ ഒരു പ്രാവശ്യം ദൈവത്തിന്റെ ആത്മാവ് അതിൽ നടത്തുന്നു. ഒരു പോഷൻ മാത്രം ഇങ്ങനെ പൊന്തി വരുന്നത് പോലെ എന്റെ ആത്മാവ് തെളിയിച്ചു. അന്നാണ് എനിക്ക് അതിന്റെ ആ വാച്ച് യാത്രയും നമ്മുടെ ജീവിതത്തില് എല്ലാത്തിനും എഴുതാം. ഒന്നാമത്തെ പ്രോമിസ് നമ്മൾ കൊടുക്കില്ലേ, ഒന്നാമത്തെ കാര്യം അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കടന്നു പോകേണ്ട. ഒരു കുടുംബത്തോട് ബന്ധത്തിലാണെങ്കിൽ ഒരു ഭർത്താവിനെ സംബന്ധിച്ചോളം അവരുടെ ഭാര്യ എന്ന് പറയുന്നതാണ് അവരുടെ ഫസ്റ്റ് പ്രോമിസ്. ഒന്നാമത്തെ കാര്യം അത് കഴിഞ്ഞവരുടെ മക്കൾ. എന്നാൽ ദൈവം വെച്ചിരിക്കുന്ന പ്രയോറിറ്റി പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് മനസ്സിലാക്കാനില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്യത്തിനകത്ത് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോകുന്നത് രണ്ടാമത്തെ ഭാഗമാണ്. ഒന്ന് ഇങ്ങനെ പറയുന്നു, seek ye first. ഒന്നാമത് നിങ്ങൾ അന്വേഷിക്കണം. എന്താണ് അന്വേഷിക്കേണ്ടത്? കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം. ഒന്നാമത്. എന്നിട്ട് ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്ന വാക്യം അതും ഒന്നാമത്തേന് അത് വരുന്ന അല്ലേ? ഒന്ന് seek ye first the kingdom of God, ദൈവരാജ്യം. രണ്ട് his righteousness and his righteousness and ഞാൻ പലപ്പോഴും വായിച്ചിട്ട് എനിക്കത് പിടികിട്ടാതെ പോയി. നിങ്ങൾക്കത് മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Praise the Lord. And his righteousness. ഇത് നമ്മൾ അല്പമായി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് his righteousness. Amen. Hallelujah. എന്താണ് അവന്റെ നീതി എന്ന് പറഞ്ഞാൽ? എന്താണ് അവന്റെ നീതി എന്ന് പറഞ്ഞാൽ? അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുകയാണ്, seek ye first